ഹലോ ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. രണ്ടാഴ്ച വീഡിയോ ഇട്ടിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പം രണ്ടാഴ്ച ചില കാരണങ്ങളാൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം ഇന്ന് എന്തായിരിക്കും വീഡിയോ? ചലഞ്ച് വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഞാൻ അറിഞ്ഞു, കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചലഞ്ച് വീഡിയോ അല്ല, ചലഞ്ച് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡില്ല. ഇന്ന് നമ്മളൊരു പുതിയൊരു കഫേ, നമ്മുടെ ഷോക്കോട്ട പാലത്തിനടുത്തൊരു പുതിയ കഫേ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴിക്കാത്ത വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടേ അല്ലേ? എൻ്റെ റിവ്യൂ പറയാം. ലൊക്കേഷൻ കാണിച്ചു തരാം. ഷോക്കോട്ട പാലത്തിൻ്റെ അവിടുത്തെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ കിഴക്കുവശത്തായിട്ടാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. ഞാനൊരു ഇൻട്രോ എടുക്കാനൊരു വൈബ് സ്ഥലം നോക്കി വന്ന മഴ പെയ്യുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്ന കഫേ 78-ലാണ്. വെറൈറ്റി സാധനമൊക്കെ ഉണ്ട്. ചാട്ട്സൊക്കെ ഉണ്ട്, പാനിപ്പൂരി, സെവപ്പൂരി, ടീയുള്ള വെറൈറ്റി, മസാല ടീ, സുൽത്താൻ ടീ, എന്തൊക്കെയോ സുലൈമാനി വെറൈറ്റി ഉണ്ട്. എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. അകത്ത് എന്താണെന്ന് നോക്കാം. ഗൈസ്, അവരുടെ ഒരു ഓവറോൾ ഒരു കഫേയുടെ തീം എന്ന് പറയുന്നത് ഒരു പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ്. അതേ ഒരു തീമിലാണ് അവരുടെ മെനു ഉള്ളത്. എൻ്റെ പുതിയ ഫോൺ കവർ അയച്ചാൽ നല്ല രസമില്ലേ, ക്യൂട്ടായിട്ടില്ലേ ഫോൺ കവർ. ഓക്കെ, ബൈ ദ ബൈ, അതിൽ നീ ഏതാ എന്നുള്ളൊരു കമൻറ്റ് വരുമായിരിക്കും. ഞാൻ ശരണ്യ ശക്തിവേൽ. So this is MC Sharanya Shaktivel here with Ryan Chris Matthew for a vlog today. അപ്പം ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്ന് പേര് ഞാൻ പഠിച്ചു വെച്ചിട്ട് പറയുകയാണ് കേട്ടോ, തെറ്റിപ്പോയിരിക്കലും. ഇതാണ് കോഡൻ ബ്ലൂ. ഓക്കെ, കോഡൻ ബ്ലൂ. ഇത് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. ഇതാണ് വെറൈറ്റി ലോട്ടസ് ബിസ്കോഫ് മിൽക്ക് ഷേക്ക്. പിന്നെ നമുക്ക് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് കോഡൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറുള്ള സാധനമുണ്ട്. ഇതിനകത്ത് ചിക്കൻ്റെ ഫില്ലിങ്സാണ്. എന്താ സാധനമൊക്കെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ബോയിൽ ചെയ്തത്, സ്മാഷ്ഡ് പൊട്ടറ്റോ, ഇത് റോള്, ഇത് സോസ്, ഇത് വെജിറ്റബിൾസ് ബോയിൽ ചെയ്തത്, എൻ്റെ ഫേവറേറ്റ് ബ്രോക്കോളി ഉണ്ട്, ബ്രോക്കോളി. അതൊക്കെ പ്രസൻറ്റേഷൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഡ്രസ് ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് എന്തിൽ നിന്ന് തുടങ്ങണം? കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. അത് ഒന്നുമില്ല, ഡിപ്പൊന്നുമില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. കൊള്ളാം. എന്താ കൊറിയൻ മസാല വല്ലതാണെന്ന് ഞാൻ അറിയത്തില്ല. എനിക്ക് നോർമൽ സ്പൈസ് ആയിട്ടാണ് തോന്നുന്നു. നഗറ്റ് പോലെയൊക്കെ തോന്നുന്നു. ടേസ്റ്റുണ്ട്. ഈ വെജിറ്റബിൾസ് ഒന്ന് ട്രൈ ചെയ്യാം. ഇതിനകത്ത് സോസ് എന്തൊക്കെയുണ്ട്. ഓക്കെ, എഴുന്നേറ്റ് ഒന്ന് കുടിക്കണമുണ്ട്. താത്തി പണ്ട് കുടിക്കാം. ഓക്കെ അല്ലേ? നല്ല ടേസ്റ്റ്. ഷേക്കോളാം. എന്തായിരുന്നു പേരെന്നല്ലേ അറിയിക്കുന്നത്? ലോട്ടസ് ബിസ്കോഫ്. നല്ല ടേസ്റ്റ്, ഒരു ക്രീമി ടേസ്റ്റ്. ലോട്ടസിൻ്റെ എന്തോ ആയിരിക്കും, ലോട്ടസിൻ്റെ ഫ്ലേവർ ആയിരിക്കുമല്ലേ ഇത്. ഗൈസ്,
റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നല്ലോ അല്ലേ? ഞാൻ വിചാരിച്ച ലോട്ടസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പൂ ലോട്ടസ് ആണ്, ഏതോ ഫേമസ് ബിസ്ക്കറ്റോ കുക്കീസ് എന്തോ നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും ടേസ്റ്റുള്ള നൈസായിട്ടുണ്ട്. എനിക്കങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇത് കണ്ടിട്ട് എൻ്റെ ക്യാമറാമാന് ഇത് ഇങ്ങനെ തന്നെ വെച്ച് ഫോട്ടോ എടുത്തിരിക്കാനോ തോന്നുന്നു എനിക്ക്. പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിക്കാനോ തോന്നുന്നത്. കട്ട് ചെയ്ത് ഓക്കെ. ഇതിങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഓക്കെ. എന്തൊക്കെയോ തൂങ്ങി കിടക്കുന്നു. കുഴപ്പമില്ല, ഇങ്ങനെ ടേസ്റ്റ് ചെയ്യല്ലേ. ടിഷ്യൂ ഇല്ല. ഒരു മൈൽഡായിട്ടുള്ള ഫ്ലേവറാണ്, സ്പൈസി ഇല്ല. കൊള്ളാം, ഇഷ്ടപ്പെടും. ഹെൽത്തിയാണത്, മസാല ഒന്നും ഒരുപാട് വരാതെ. നമ്മളിത് കുറച്ചെടുത്ത് മാഷ്ഡ് പൊട്ടറ്റോയിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് വന്നെന്ന് തോന്നുന്നു. ഇനി ഒന്ന് കഴിച്ചോട്ടെ. കുറച്ച് ഹെൽത്തി ആയിട്ട് തോന്നുന്നു എനിക്ക്. കാരണം ഓവർ സ്പൈസിനെസ് ഇല്ല, എല്ലാം ബോയിൽഡാണ്, ഫ്രൈഡ് അല്ല. അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു അല്ലേ മീലായിട്ടോ ഡിന്നറായിട്ടൊക്കെ പറ്റുന്ന സാധനം. കൊള്ളാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ബ്രോഡ് സ്റ്റാഫിനോട് ചോദിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. എന്തായാലും വെറുതെ അല്ല, എല്ലാ ടേസ്റ്റുണ്ട്. ഇത് കുറച്ച് ഹെൽത്തിയാണ്. ഇത് അൺഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഓക്കെയാണ്. എന്തായാലും കൊള്ളാം. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ഇപ്പം ഞാനൊന്ന് കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ. ക്യാമറാമാൻ വെയിറ്റിംഗ് ആണ്. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ സാധനം. MC ഷർണി ശക്തിവിന് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ബൈ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ബില്ല് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇത് നമ്മൾ പാഴ്സൽ ചെയ്തത് മറ്റേ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. എനിക്ക് അത്ര വലിയ ഫ്ലേവറായിട്ടൊന്നും തോന്നിയില്ല. ഒരു നഗറ്റ് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ഉള്ള ടേസ്റ്റ്, അല്ലാതെ പ്രത്യേകിച്ച് കൊറിയൻ ഫ്ലേവറൊന്നും എനിക്ക്. കൊറിയൻ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല, ഇതാണോന്നും അറിയത്തില്ല, അവരൊരു പേരിട്ടതായിരിക്കും. ബാക്കിയുള്ള പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. കഫേയിൽ വന്നാൽ മണിക്കൂറോളം ഞങ്ങൾക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒരു ഡേറ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അത്ര സമയം. വന്നപ്പം ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ലൈറ്റ് പോയി. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഞങ്ങളത് ഇവിടെ സ്പെൻഡ് ചെയ്ത്. അതൊക്കെയാണ് കഫേയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് പല വെറൈറ്റി ടേസ്റ്റുണ്ട്. നമുക്ക് എല്ലാവർക്കും എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ കഫേയിലെ ഫുഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല സ്പോട്ടാണ് ഗൈസ്. ഇതാണ് നമ്മുടെ സ്പോട്ട്, കഫേ 78. മഴ പെയ്യുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.